ഞങ്ങൾക്ക് ഇവിടെ 12:45 സ്കൂളിൽ വിടും കേട്ടോ. അപ്പോൾ 12:45 സ്കൂളിൽ വിട്ടാൽ സൈൻ ചെയ്ത് പഞ്ച് ചെയ്ത് പുറത്തിറങ്ങി വരുമ്പോഴത്തേക്ക് ഒരു മണിയാകുമ്പോഴത്തേക്കും നമുക്ക് എത്താം. വേറെ വർക്കൊന്നും ഇല്ലെങ്കിൽ കേട്ടോ. അപ്പം ഞാൻ വന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ കുറച്ച് ട്യൂണ റൈസ് ഉണ്ടാക്കി, അതിൻ്റെ ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. എന്നൊന്നും ഭക്ഷണം ഉണ്ടാക്കുന്നത് നടക്കുകയില്ലല്ലോ. അതുമല്ല ഉണ്ടാക്കിയാലും കറിയൊക്കെ വേസ്റ്റ്. അപ്പം ഞാൻ വെച്ചു അധികം കറികളൊന്നും വേസ്റ്റ് ആക്കാണ്ടിച്ച് ട്യൂണ റൈസ് ഉണ്ടാക്കാമെന്ന് കരുതി അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുന്നത്. എനിക്കിനി സ്കൂളിലൊന്ന് പോകേണ്ട കാര്യമുണ്ട് 4 മണിക്ക്. അപ്പം ഇതേ ട്യൂണ റൈസ് ഉണ്ട്. ഞാനൊന്ന് ആവി കയറ്റി, അതാണ് വാഴയില വെച്ചിട്ട് ആവി കയറ്റിയത്. ഞാൻ കുറച്ച് കുക്കുംബറും ഒരു ഇച്ചിരി ഇറച്ചിക്കറി, അത് ഇന്നലത്തെ ഇറച്ചിക്കറിയായിരുന്നു. പിന്നെ പപ്പടമാണ് കേട്ടോ ഇന്ന് എൻ്റെ ലഞ്ച്. ഹാപ്പി ലഞ്ച്. ഒറ്റയ്ക്കാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒറ്റയ്ക്കായിക്കോട്ടെ, ആരും കൂട്ടില്ല എന്നൊക്കെ വിചാരിച്ച് വിഷമിക്കാതെ ഫുഡ് കഴിക്കേണ്ട ഫുഡ് കഴിച്ച് തന്നെ പറ്റുള്ളൂ. അല്ല എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളുടെ ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുമല്ലോ. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് പണിയെടുക്കാനും നമുക്ക് നമ്മളെ തന്നെ ഹാപ്പിയാക്കി വെക്കാനും പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ മരുന്നും ഗുളികയൊക്കെ വെച്ച് ജീവിക്കേണ്ടായോ. അപ്പോൾ എല്ലാവരോടും എനിക്ക് അതാ പറയാനുള്ളത്. ഒറ്റയ്ക്കായാലും ഇപ്പം എന്നെപ്പോലെ പ്രവാസികളെ ഒരുപാട് പേരുണ്ടല്ലേ. അപ്പോൾ എന്താ പറയുക, എൻജോയ് ചെയ്യുക. ഈച്ച് ആൻഡ് എവറി മീൽ നമ്മൾ എൻജോയ് ചെയ്യുക. നമ്മൾ തന്നെ ഉണ്ടാക്കണമെങ്കിലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ടീൻ ട്യൂൺ ഉണ്ടാക്കുന്ന കാര്യം റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്, ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് റൈസ് ഇങ്ങനെ എടുക്കാം, ഒരു കുക്കുംബറിൻ്റെ ആവശ്യം. സൂപ്പറാണ്. ടീൻ ട്യൂണ് കിട്ടുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. കൊമ്പ് പപ്പടം, റഷ്യൻ ചിക്കൻ.